ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു. താമരയുടെ കൂടെയാണ് പോയത്. വണ്ടിയിലിരിപ്പുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരു മോഹം. വെറുതെ ഇങ്ങനെ യൂട്യൂബ് തുറന്നപ്പോഴേ എന്താണ് തൃപ്പൂണിത്തറയിൽ സദ്യ ഉണ്ടെന്ന്, പൂർണ്ണശ്രീ എന്ന് പറയുന്ന ഒരു സദ്യ, എന്നും സദ്യ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന്. അപ്പോൾ ചേച്ചിക്ക് സദ്യ കഴിക്കണം, എവിടെയെങ്കിലും നമുക്ക് സദ്യ കഴിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അത് കണ്ട. അപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കാൻ വേണ്ടി തൊഴാൻ വന്നിട്ട് സദ്യ കഴിക്കാൻ പോവുകയാണ് ചക്കരകളെ. അല്ല പിന്നെ വിടണ്ടെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ, സാധിച്ചു വെച്ച് പോവുക അല്ലേ സദ്യ കഴിക്കും. എന്തായാലും ഈ മൂക്കിൻ്റെ ഇവിടം വരെ എത്തി, എന്നാൽ പിന്നെ സദ്യ ഇവിടെ കഴിച്ചിട്ട് പോകാൻ. അങ്ങനെ സദ്യ കഴിക്കാൻ പോകും. ഇല സദ്യ കഴിക്കാൻ വേണ്ടി ഞാനും ഇനി ഇല മേടിച്ച് പിന്നെ ഞാനും ഫുഡ് പിന്നെ ഇലയിൽ പൊതിഞ്ഞ് തന്നെ പൊതിച്ചോറായിട്ട് കൊടുക്കാന്നുള്ള ആലോചനയിലാണ്. വരും ദിവസങ്ങളിൽ അത് ഞാൻ ബോക്സ് മാറ്റി പൊതിച്ചോറാക്കും. അതാണ് രുചി, ടേസ്റ്റ് അല്ലേ ചേച്ചി? അതാണ് ടേസ്റ്റ്. എല്ലാവരും എന്നോട് പൊതിച്ചോറ് ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പൊതിച്ചോറാക്കുവേ. അപ്പോൾ മാർക്കറ്റിൽ പോയി ഇല മേടിച്ച് വെക്കാമെന്ന് ഓർത്തു. ഇന്ന് വൈകുന്നേരം അല്ല നാളെ രാവിലെ ഞാൻ പോയി പച്ചക്കറി ഇല എല്ലാം എനിക്ക് മേടിക്കണം. അപ്പം എല്ലാവരും നേരത്തെ ഓർഡർ ചെയ്തവർക്ക് പൊതിച്ചോറ് എത്തുന്നതായിരിക്കും. എനിക്ക് കയറി ഓർഡർ ചെയ്തോണം. പിന്നെ എൻ്റെ അടുത്തുനിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം. ഇന്നൊക്കെ എനിക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കുറേ പേർക്ക് ഊണ് കൊടുക്കണം. അപ്പം ആ ഊണ് കൊടുക്കേണ്ടത് വെളുപ്പിനെല്ലാം ശരിയാക്കി അതെല്ലാം കറികൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ സ്റ്റൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഞാൻ റെഡിയാക്കി നേരത്തെ എന്നെ സെറ്റാക്കി വെച്ച് അമ്മ എടുത്ത് കൊടുത്തോളൂ എന്നിട്ടാണ് പോകുന്നത്. അതല്ലാതെ ഇടയ്ക്ക് ഇന്നൊക്കെ അല്ലാതെ സെപ്പറേറ്റ് എന്നെ വിളിച്ചാൽ തലേ ദിവസം പറയുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞായറാഴ്ച ഞാൻ ബാക്കി സമയം ഫ്രീ ആയിട്ടിരിക്കും. അമ്പലത്തിൽ വരാൻ പറ്റി. അങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കണമല്ലോ. നമ്മൾ ഏത് സമയം ഫുൾ ടൈം എന്നെ ജോലിയിലായാൽ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. നമ്മളെന്തിനായി പണിയെടുക്കുന്നത്? നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സമയം കണ്ടെത്തുകയാണ്. ഇപ്പം എനിക്ക് ഞായറാഴ്ച ചോറ്റാനിക്കര അമ്പലത്തിൽ വരണം. ഇനി അടുത്ത നെക്സ്റ്റ് വീക്കിൽ അടുത്ത ഞായറാഴ്ച ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കാണാം. ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോരും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഫാമിലി എന്നെ ഗുരുവായൂർ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഗുരുവായൂർ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ട ഫാമിലി ഉണ്ടല്ലോ, അവരെന്നെ ഗുരുവായൂർ കൊണ്ടുപോകുന്നു. അവരുടെ കൂടെ ഞാനും പോകും. അവരുടെ വണ്ടി എനിക്ക് ഫ്രീ ആയിട്ട് പോകാം. അപ്പം ഞാനവിടെ നിന്നിട്ട് അമ്മൂക്കുട്ടനും കാണും. അവിടെ നിന്ന് ഞായറാഴ്ച രാവിലെ നിർമ്മാല്യം തൊഴും. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് പോരും. മനസ്സിലായ? അപ്പം ഓരോ ദിവസവും അത് നമുക്കൊരു സന്തോഷം, മനസ്സിന് സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്യണം. നാളെ ആട്ടെ പിന്നെ ആട്ടെ എല്ലാം തികഞ്ഞിട്ടാകാം, എല്ലാം ശരിയാകട്ടെ, കടങ്ങളൊക്കെ വീടട്ടെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് സന്തോഷിക്കാൻ പറ്റത്തില്ല. പറ്റുമോ ചേച്ചി? നമ്മൾ ദുരിത കഷ്ടകാലം നടക്കുന്ന സമയത്ത് വരെ നമുക്കുള്ളൊരു സേവിങ്സ് നമ്മളെപ്പോഴും, കടത്തിൻ്റെ ഒപ്പം സേവിങ്സ് ഉണ്ടായിരിക്കണം. ജോലി ചെയ്യുമ്പോൾ ഒരു സേവിങ്സ് ഉണ്ടാകണം. കടം വീടലും ലോൺ അടയ്ക്കലും ഒക്കെ അതിൻ്റെ കൂടെ നടക്കണം. നമ്മുടേതായ ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കടവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതായ സന്തോഷം കണ്ടെത്താൻ കുറച്ച് പൈസ ചിലവാക്കണം എപ്പോഴും. കാരണം അത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കും, ഉണർത്തും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നിരാശ വന്ന് നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ, അതായത് മനസ്സിൽ നിരാശ വന്നാൽ എന്തിന് ജീവിക്കുന്നെന്ന് തോന്നും. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ നമുക്ക് ഭയങ്കര മനസ്സ് തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം മൊത്തം പോയില്ലേ. അപ്പം അങ്ങനെ വരരുത്. നമുക്ക് ഒരുങ്ങാൻ തോന്നണം. നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ക്ഷേത്ര ദർശനം അല്ല പള്ളിയിൽ അമ്പലത്തിൽ എവിടെ വേണേലും അവിടെ പോകുന്ന കാര്യം ഒന്നും നമ്മുടെ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചെയ്തേക്കണം. ഈ സമയവും ഈ പ്രായവും ഒന്നും നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പം ഈ ആരോഗ്യമൊന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല. എല്ലാം തികഞ്ഞിട്ട് ഇവിടെ ആരും പൂർണ്ണരായി ജീവിക്കുന്നവരില്ല. സാമ്പത്തികം നിങ്ങളിപ്പോൾ കാണും, വലിയ വീടും കാറും ബംഗ്ലാവും എല്ലാം ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ ടൂറിന് പോയി ചിലപ്പോൾ അവർക്ക് വേറെ മനസ്സമാധാനക്കേട് കാണും. ആരും ഇവിടെ പൂർണ്ണരായി പൂർണ്ണ സന്തോഷത്തോടെ ജീവിക്കുന്നവരില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പോകുമ്പോൾ നല്ലൊരു ടെക്സ്റ്റൈൽസ് കണ്ട് ബുട്ടിക്ക് സാരികളിങ്ങനെ ഉടുത്ത് ഒരുക്കി, ഡെമ്പികളൊക്കെ ഉടുത്തൊരുക്കി. അതിൻ്റെ ഇടയിൽ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടിലെന്ന് പറയണൊക്കെ എൻ്റെ കണ്ണ് നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് പുതിയൊരു കടയിലൊക്കെ പേര് പറഞ്ഞൊരു കട. നല്ല രസമുണ്ട് ചോറ്റാനിക്കര. ഞാനപ്പോൾ നോട്ടം ഇട്ട് അങ്ങോട്ട് പോയപ്പോഴും നോട്ടം ഇട്ടായിരുന്നു. അപ്പം ഇനി എന്തെങ്കിലും വരുമ്പോൾ അവിടെ നിന്ന് കയറണമെന്ന് പറഞ്ഞു. മാസത്തിലൊരു ദിവസം ഇവിടെ വരും, മാസത്തിലൊരു ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകും. പിന്നെ അല്ലാത്തപ്പോൾ ഞങ്ങളവിടെ ഒരു അമ്പലമുണ്ട്, ഞങ്ങളുടെ തൃക്കാക്കര അമ്പലം, അവിടെ പോകും. പിന്നെ ഞങ്ങളുടെ ഗണപതി അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പോകും. അങ്ങനെ
നമ്മളിങ്ങനെ ജീവിതം ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ഒരു സന്തോഷവും പോസിറ്റീവും വൈബും തരുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഒരിക്കലും മടി പിടിച്ച് ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മൂഡ് ഓഫ് ആയി പോകും. ശരിയാണോ അല്ലേ? അതിരാവിലെ ഉണരുക, നമ്മുടെ പ്രാഥമിക കർമ്മം. ഇപ്പൊ വേറെ വല്ലതും ആണെങ്കിൽ നേരം വെളുക്കും വരെ കിടന്ന് ഉറങ്ങും. ഇത്രയും ദിവസം ഞാൻ പണിയുമല്ലായിരുന്നു, അന്ന് ഈ ദിവസം കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം. അങ്ങനത്തെ ഒരു വിചാരം നമ്മുടെ റൊട്ടീനൊന്നും മാറ്റരുത്. അപ്പൊ അത് അലസതയെ വിളിച്ചു വരുത്തും. നമ്മൾ അയ്യോ അടച്ചിട്ടിരിക്കുന്ന ചക്കരകളെ, ഞങ്ങള് സദ്യയുടെ സ്ഥലം വരുത്തി. ഇല സദ്യ ക്ലോസ് എന്ന് വെച്ചിരിക്കുന്നത്. ബുക്ക് ചെയ്യലൊന്നും അല്ലേ ചേച്ചി? ചിലപ്പോ സൺഡേ ആയവര് ഇല്ലായിരിക്കും. അയ്യോ കഷ്ടമുണ്ടല്ലേ ചേച്ചി. ഇനി 12 മണിയാകുമ്പോഴേ തുറക്കത്തുള്ളൂ. അങ്ങനെ വല്ലതും ആണോ? ഞങ്ങളിവിടെ എത്തിയേക്കലോ ഒന്ന് കാണിച്ച പോലെ അല്ലേ ക്ലോസ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്ന പൂർണ്ണ കണ്ട. ആ അതിന്റെ പരസ്യമൊക്കെ കണ്ടാണ് നമ്മളിവിടെ വന്നത്. സദ്യ വരുന്നു, സദ്യ വരുന്നു, സദ്യ വരുന്നു. എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ട് വരുന്നതാണെന്ന് അറിയാൻ പറ്റില്ല. അതിനകത്ത് ഇലയും പഴവും പായസവും ഒക്കെ ഇരിക്കുന്നു. ചക്കരകളെ, നമുക്ക് ഇടക്ക് ഞായറാഴ്ച നിങ്ങൾ ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ സദ്യ തരാം ഞായറാഴ്ച. ഞാനിപ്പോ എന്റെ ജോലിക്കാരൊക്കെ 2 പേരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോ ഞാൻ ഇത് ഇപ്പൊ കൊടുക്കുന്ന ഊണെന്നെങ്കിൽ സദ്യ, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സദ്യയാക്കാം. ഇച്ചിരി മെനു എല്ലാവർക്കും വേണമല്ലോ. അതല്ലേ എനിക്ക് സത്യം പറയാം വെജിറ്റേറിയൻ ഊണാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ കാരണം എനിക്ക് മീനൊക്കെ ഭയങ്കര വിലയൊക്കെ ഉള്ളു. അപ്പൊ എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കിട്ടത്തില്ലല്ലോ മീൻ വിറ്റാലും തുടങ്ങും. അപ്പൊ എനിക്കൊരു ഭഗവാൻ എനിക്കൊരു പയ്യനെ കൊടുത്തു. അയാള് ശരിക്കും സദ്യ ഉണ്ടാന്ന് ചോദിച്ചേക്ക, അത് തുറക്കാൻ പോണേന്ന് അതുവഴി പോണുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എന്തോ നമ്മള് പറഞ്ഞോട്ട് വന്നടി മറന്നുപോയി. അപ്പൊ അത് മീൻ എനിക്ക് ലാഭത്തിൽ കിട്ടാൻ തുടങ്ങിയ പോലെ അതുകൊണ്ടാണ് മീൻ, അല്ലെങ്കിൽ മീനെല്ലാം ഫുൾ വെജിറ്റേറിയൻ ആക്കി കളഞ്ഞേനെ. ക്രിസ്ത്യൻ സദ്യ ആകുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ക്രിസ്ത്യൻ സദ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മോര് കാച്ചിയത്, ഒരു ബീഫ് ഉലർത്തിയത്, പിന്നെ ഒരു രസം, സാമ്പാർ വേണ്ട, സാമ്പാറില്ല, പിന്നെ ഒരു നല്ല മീൻ മുളകിട്ടത്, ഒരു ക്യാബേജ് തോരൻ, ഒരു അച്ചാറ്, ഒരു മീനച്ചാറും കാണും, ഒരല്ലാത്തൊരു നാരങ്ങ അച്ചാറും കാണും, ഒരു തൊടുകറി, ഒരു കുഞ്ഞവിയല്. ഇത്ര 10 മിനിറ്റുള്ളിൽ നമ്മൾ ഈ കട തുറപ്പിച്ച് സദ്യ ഉണ്ട് നിറച്ച് പായസപ്പഴ പപ്പടമെല്ലാം മിണ്ടാതിരിക്കെ പായസപ്പഴ പപ്പടമെല്ലാം കഴിച്ചിട്ട് സിന്തപ്പനായി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി ഉണരും ചക്കരകളെ. എന്നിട്ട് സദ്യ ഇത് പലയിടത്തും ഉണ്ടാ ഈ ഒരു ഹരം പലയിടത്തും ഉണ്ടോ? ഇങ്ങനെ വേണം. ഇങ്ങനെ നമ്മളെ പോസിറ്റീവ് ആക്കണം. നമ്മൾ സന്തോഷങ്ങളെ തെരഞ്ഞു പിടിച്ച് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മൾ സന്തോഷിക്കണം. കേട്ടോ ചക്കരകളെ? എത്ര മിനിറ്റ് ആയിടി? മിനിറ്റോ? എത്ര മിനിറ്റ് ആയി? 8 മിനിറ്റ്. കുറച്ച് സമയം കൂടി ഇരിക്കും. നിങ്ങൾ എന്നെ ഇട്ടിട്ട് ഇപ്പൊ പോകട്ടെ. എനിക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകാൻ. അമ്മ വേണമെങ്കിൽ ഒരു കൈ കാണിക്കാം. ഇങ്ങോട്ട് താമര ഇങ്ങോട്ട് തിരിഞ്ഞ മുഖം കാണിക്കും. താമരക്കുട്ടിയുടെ ബാക്ക് ഇവള് പൊട്ടച്ചിരിക്കും. താമരയുടെ മുകളെ താമര ചിരിച്ചും മാരിക്കും. താമരക്കുട്ടിയും പത്മജേതാണ് കേട്ടോ ചേച്ചിയുടെ പേര്. ഞാൻ താമര എന്ന് ഇട്ടതാ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്, സുഖമാണോ എല്ലാവർക്കും? എല്ലാവർക്കും എന്റെ സിംഗിൾ പഠിപ്പിച്ചതാ. ഇതൊക്കെ സിംഗിൾ പഠിപ്പിച്ചു തന്നതാ. ഇപ്പൊ നമ്മള് പോയിരുന്നെങ്കിലേ കണ്ട ഭഗവാൻ ആ സമയത്ത് തന്നെ. അതുപോലെ തന്നെ ഞങ്ങള് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി മുൻപ് ഇങ്ങനെ ഊന്നിക്കുമായിരുന്നു. ഞാൻ ഇന്നും പോയി ആളുകളെ കണ്ട പേര് എങ്ങനെ അകത്ത് കയറി ഇത്ര പേര്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ട്രിക്കിലൂടെ നമ്മൾ അകത്ത് കയറി അല്ലേ ചേച്ചി? അത് പറഞ്ഞു തരത്തില്ല. ഞങ്ങളൊരു ട്രിക്ക് ഉണ്ട്, അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ട്രിക്കിലൂടെ ഞങ്ങളെ VIP ആയിട്ട് അകത്ത് കൊണ്ടുപോയി കേറ്റി കാണിച്ചു. സിംഗിൾ കോപ്പനാണ് കേറ്റി വിട്ട് ചക്കരകളെ ഞങ്ങൾ ആദ്യം ക്യൂ നിന്നവര് മണ്ടന്മാര്. അപ്പൊ അവിടെ ഇവരെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്ന ആളുകൾ സിംഗിൾ ബോബൻ ചേച്ചി, സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഞാനപ്പോർത്ത് ഒത്തിരി പേരെ കണ്ടു കേട്ടോ, ഒത്തിരി പേരെ കണ്ടു. അങ്ങനെ ഇരിക്കുന്ന എന്തായാലും സദ്യ കഴിക്കാൻ പറ്റും. ഈ സദ്യ എന്താണെന്ന് ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ ഇത് ഇനി അത് ക്ലോസ് ചെയ്യാം. ഇനി ഈ വീഡിയോയിൽ അതുകൂടെ ചേർത്ത് തരാം. ഒരു ബൈ പറയാനേ ഇപ്പൊ കാണിക്കാതെ.